പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബലേനോയിലാണ്. 4GB റാമും 32 റോമൊക്കെ വരുന്ന മാക്സ്ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള സ്റ്റീരിയോയാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഫ്രണ്ട് ബാക്ക് ക്യാമറ റെക്കോർഡിങ്, അതും 1080 റെസൊല്യൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫുള്ളി പ്ലഗ് ആൻഡ് പ്ലേ, പിന്നീട് റിയർ ക്യാമറ ആയാലും ഫ്രണ്ട് ക്യാമറ ആയാലും ഫുൾ ടൈം റെക്കോർഡിങ്, പിന്നെ അതുപോലെ റഡാർ റെക്കോർഡിങ് ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ക്ലാരിറ്റി എല്ലാം നല്ല ഒരു ഫീഡ്ബാക്ക് തരുന്ന സിസ്റ്റം തന്നെയാണ് മാക്സ്ലിങ്കിൻ്റെ ഈ സ്റ്റീരിയോ. പിന്നീട് ഇൻസ്റ്റാളേഷൻ എല്ലാം വളരെ ഈസിയാണ്. ഈ കാണുന്ന കണക്ക് തന്നെ നമ്മളെല്ലാം ഈ GPS-ൻ്റെ ആൻറ്റിന ആയാലും അതുപോലെ തന്നെ നമ്മളെ പവർ കേബിള്, അതുപോലെ USB കേബിള്, ഇതെല്ലാം ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇതെല്ലാം നമുക്ക് ഈ പാനലൊക്കെ ഇളക്കുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ഇളക്കിക്കണം. കാര്യം ഒരു സ്ക്രാച്ചോ അതുപോലെ തന്നെ ഈ പീസുകളൊന്നും പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ചാൻസ് എടുക്കണ്ട. പക്ഷേ അരമണിക്കൂർ ഫിറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടും ബാക്കും ക്യാമറയും സ്റ്റീരിയോയും കൂടെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ഫിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. റിയർ ക്യാമറയുടെ പൊസിഷൻ ഇതാണ്. നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് നമുക്കിത് വെക്കാൻ പറ്റും. അത് വേറെ ആരും കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഈ ക്യാമറയ്ക്ക് നല്ല വ്യൂ ആയിരിക്കും. ഇത് ഫ്രണ്ട് ക്യാമറയുടെ വ്യൂ ആണ്. ഫ്രണ്ട് ക്യാമറയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയർ വ്യൂ മിററിൻ്റെ അടുത്തായിട്ടിരിക്കും. അകത്താണ് ഫ്രണ്ട് ക്യാമറയുടെ ലൊക്കേഷൻ. ഡാഷ് ക്യാമായിട്ട് വർക്ക് ചെയ്യും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്കൊരു HD2 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും. ഈ സാധനം ഒന്നും നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് റെക്കോർഡ് ചെയ്ത സാധനം ഡിലീറ്റായി പോവാതെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഫുൾ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയാലും നമുക്കിതെല്ലാം ഈ വീഡിയോസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് റിയർ ക്യാമറയുടെയൊക്കെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയാണ്. കാര്യം ഇപ്പോൾ ആ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന്. ഇതിൻ്റെക്കാട്ടി ഇരട്ടിയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത്. എല്ലാം എടുക്കുന്നതിൽ നല്ല സ്പീഡാണ്. കാര്യം അത്യാവശ്യം നമ്മളൊരു മൊബൈൽ എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ 4GB റാം ഉള്ളതുകൊണ്ട് ഇപ്പം ബാക്കിയുള്ള സെറ്റുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സെറ്റിനുള്ള ഗുണം അതാണ്. കാര്യം ആൻഡ്രോയിഡ് ഫങ്ഷൻസ്, യൂട്യൂബ്, റിവേഴ്സ് ക്യാമറയിലോട്ട് മാറുമ്പോഴുള്ള ഡിലേ, അതെല്ലാം ഭയങ്കരമായ വ്യത്യാസത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 4Kയുടേത്.